5 രൂപയുടെ ധാന്യം 10 രൂപയ്ക്ക് വിൽക്കാൻ അനുവാദം ചോദിച്ചു വന്ന കച്ചവടക്കാരനെ നോക്കി സിംഹാസനത്തിലിരുന്ന് രാജാവ് പൊട്ടിച്ചിരിച്ചു. രാജാവിന്റെ ആ ചിരിയിൽ ഒരു ഭരണാധികാരിയുടെ കുശാഗ്ര ബുദ്ധിയും ഒരു വേട്ടക്കാരന്റെ നിഗൂഢതയും ഉണ്ടായിരുന്നു. രാജാവ് കൽപ്പിച്ചു, നീ നാളെ മുതൽ ധാന്യം 30 രൂപയ്ക്ക് വിൽക്കുക. ബാക്കി ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രഭോ, എന്നെ ജനങ്ങൾ കല്ലെറിയില്ലേ എന്നു ഭയപ്പെട്ട കച്ചവടക്കാരനോട് രാജാവ് കൽപ്പിച്ചു, നിന്റെ പിന്നിൽ ഈ രാജാവിന്റെ കരുത്തുണ്ട്. ഭയപ്പെടാതെ ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പിറ്റേന്ന് വില 30 ജനങ്ങൾ തെരുവിലിറങ്ങി. കൊട്ടാരവാതിൽക്കൽ വരെ പ്രതിഷേധത്തിന്റെ അലയൊലികളെത്തി. അപ്പോൾ പുറത്തു വന്ന രാജാവ് വിളംബരം പുറപ്പെടുവിച്ചു. ആ കച്ചവടക്കാരനെ വിലങ്ങിട്ട് ജനമധ്യത്തിൽ കൊണ്ടുവരൂ. ചങ്ങലക്കിട്ട് ജനമധ്യത്തിൽ ഹാജരാക്കിയ കച്ചവടക്കാരന്റെ കഴുത്തിനു നേരെ വാൾ ഉയർത്തിപ്പിടിച്ച് രാജാവ് അലറി, നീ ജനങ്ങളെ വഞ്ചിച്ചു. നിനക്ക് ഞാൻ വധശിക്ഷയാണ് നൽകേണ്ടത്. പക്ഷെ നിനക്ക് ഞാൻ ഒരവസരം കൂടി നൽകുകയാണ്. നാളെ മുതൽ നീ ധാന്യം പകുതി വിലയ്ക്ക് വിൽക്കണം. അല്ലെങ്കിൽ നിന്റെ തല കോട്ടവാതിലിൽ തൂങ്ങും. ജനങ്ങൾ ആനന്ദ കണ്ണീർ പൊഴിച്ചു. അവർ പാടി, ഞങ്ങളുടെ രാജാവ് നീതിമാനായ ദൈവദൂതനാണ്. ധാന്യത്തിന്റെ വില പകുതിയാക്കി കുറച്ചു തന്നു. രാജാവ് കച്ചവടക്കാരനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾക്ക് സംതൃപ്തിയായില്ലേ? ധാന്യത്തിന് അധികമായി കിട്ടുന്ന 5 രൂപ ഖജനാവിൽ അടയ്ക്കുക. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? 10 രൂപയ്ക്ക് ധാന്യം വിൽക്കാൻ വന്ന കച്ചവടക്കാരൻ അത് കിട്ടുകയും ചെയ്തു. രാജാവിന് അധികമായി 5 രൂപ നികുതിപ്പണവും അതോടൊപ്പം നീതിമാൻ എന്ന പരിവേഷവും കിട്ടി. പാവം ജനങ്ങൾ തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്ന് അറിയാതെ ആ നുണയെ ആഘോഷമാക്കി മാറ്റി. നമ്മുടെ ഇടയിലും സംഭവിക്കുന്നത് ഇത്തരം രാജാക്കന്മാരുടെ കഥകളില്ലേ? ഒരേ സമയം 2 തോണിയിൽ കാൽ വയ്ക്കുന്നവരാണ് ശത്രുവിനേക്കാൾ അപകടകാരികൾ. അവർ ശത്രുവിന്റെ ശത്രുവായും മിത്രത്തിന്റെ മിത്രമായും അഭിനയിക്കും. 1 രൂപയുടെ പോലും നേട്ടമില്ലാതെ ഇവർ ആർക്കും ഒരു പുഞ്ചിരി പോലും സമ്മാനിക്കില്ല. ഇത്തരം അമിത പലിശക്കാർ ഏത് ദരിദ്രന്റെ കയ്യിൽ നിന്നും അവർക്കുള്ള വിഹിതം ചോദിച്ചു വാങ്ങും. സംശയത്തിന്റെ ലാഞ്ചന പോലും നൽകാതെ അവർ വിദഗ്ധരായി നമ്മളെ പറ്റിക്കും. എല്ലാവർക്കും എല്ലാമായി നിൽക്കുന്ന അവർ സത്യത്തിൽ ആരുടേതുമല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി ആരെയും എപ്പോഴും ബലി കൊടുക്കുവാൻ അവർക്കൊരു മടിയും ഉണ്ടാകില്ല. പൊതുവെ 2 തരം മനുഷ്യരാണുള്ളത്. താൻ വളരുമ്പോൾ തന്നോടൊപ്പം കൂടെയുള്ളവരും വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഇവരുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ സത്യസന്ധമായിരിക്കും. ബന്ധങ്ങളെയും കച്ചവടങ്ങളെയും കേവലം ലാഭത്തിനുള്ള ആയുധമാക്കി മാത്രം കാണുന്ന ലാഭക്കൊതിയന്മാരായ വിഭാഗം. കബളിപ്പിക്കാനുള്ള കഴിവിനെ ലോകം ബുദ്ധി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിൽ വീഴാതിരിക്കുന്നതിനെയാണ് വിവേകം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്